സമ്മതിച്ചു, ഞാൻ ക്രെഡിറ്റ് കാർഡാണ് എന്നെ ഉരയ്ക്കാനുള്ളതാണ്, സമ്മതിച്ചു. പകല് മുഴുവനുണ്ടല്ലോ ഏതോ ബാറിൽ കൊണ്ടുപോയി കൂറക്കള്ളെല്ലാം കൂടെ വാങ്ങിച്ചു കുടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി ഉരച്ചു. അവിടുന്ന് പോകുന്ന വഴിക്ക് ലിവർ സിറോസിന്റെ മരുന്ന് വാങ്ങിക്കാൻ വേണ്ടി ഏതോ മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ട് പിന്നെ ഉരച്ചു. എന്നാൽ പാതിരാത്രി ആകുമ്പോൾ അടങ്ങിയിരിക്കും. അതുമില്ല, പാതിരാത്രി ഉള്ള കുഴിമന്തിയും ഉള്ള ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും തന്തൂരിയും ഗ്രില്ലും എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള ഹോട്ടലിലെല്ലാം കൊണ്ട് ഉരയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിക്കഴിയുമ്പോൾ വയറ്റ് വേനയാണെന്നും പറഞ്ഞ് ആശുപത്രി കൊണ്ട് ഉരയ്ക്കും. ഇപ്പൊ സ്കൂളിലൊക്കെ എന്നെ ഉരയ്ക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നോക്കുമ്പോഴേ സ്കൂളിൽ ചെന്നു, ഇവിടുത്തെ പ്രിൻസിപ്പൾ സ്കൂളിൽ ഇവിടുന്ന് വരും, ബുക്ക് ഇവിടുന്ന് വരും, വാട്ടർ ബോട്ടിൽ ഇവിടുന്ന് വരും, ബാഗ് ഇവിടുന്ന് വരും, എന്തൊരു തൊടറപ്പുറം തൊട്ട് പെൻസിൽ വരെ അവിടെ നിന്ന് കിട്ടും. എല്ലാത്തിനും കൂടെ അവിടെ വരയ്ക്കണം. ടീച്ചറെ അപ്പൊ പഠിത്തമോ അത് നിങ്ങൾ ട്യൂഷൻ വെച്ചാൽ മതി, ഇനിയിപ്പം അവിടെയും കൊണ്ട് വരയ്ക്കണം. ഈ ഒരു എല്ലാം പോരാനിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുമ്പോൾ ബ്യൂട്ടി പാർലറിൽ കൊണ്ട് വരച്ചേക്കുന്നു. അവിടുന്ന് നേരെ ഇറങ്ങി ഒരു ഫെയർനെസ് ക്രീം വാങ്ങിക്കാൻ പോയി കുറേ സൂപ്പർ മാർക്കറ്റിൽ. എനിക്ക് തോന്നുന്നത് ഫെയർനെസ് ക്രീം വാങ്ങിച്ച് കളഞ്ഞ കാശുണ്ടായിരുന്നെങ്കിൽ ഈ ഫെഡറൽ ബാങ്കിൽ ഇരിക്കുന്നവന്റെ വീടിന്റെ ആധാരം എടുക്കായിരുന്നു. എന്നെ ഒരേന്നറിയാം എന്റെ സൂപ്പർ മാർക്കറ്റിൽ ഉറയ്ക്കുന്നത്. ഈ ഒരെല്ലാം കൂടെ ഉറച്ചിട്ട് എന്റെ ഉരത്തിനൊക്കെ വേണ്ടിട്ട് എല്ലാ ഒരേന്നറിയ ഉറയ്ക്കുന്നത് എന്നിട്ട് ഈ ഒരേ ഉറച്ചിട്ട് അവസാനം ബില്ലടയ്ക്കുമോ അതുമില്ല. കഴിഞ്ഞ ദിവസം ബാങ്കിൽ വിളിച്ച് ചോദിച്ചേക്കുക, ഈ ഉരച്ച ബില്ലെല്ലാം കൂടെ കൂട്ടി അവർ EMI ആക്കി, എന്നാൽ EMI അടയ്ക്കുക അതുമില്ല. അവസാനം ഈ EMI വീണ്ടും എങ്ങനെ EMI ആക്കാമെന്നോ ബാങ്ക് വിളിച്ച് അന്വേഷിച്ചേക്കും.